നമ്മുടെ കൊറോണ ടൈമിലേ ഈ ചക്കയും ചക്കക്കുരുവും കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? ഞാനും അതുപോലെ ആയിരുന്നു. ഞാനും കുറേ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ അതുപോലത്തെ ഒരു വിഭവമാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ചക്കക്കുരു കഴുകണ കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ? നമ്മളൊരു വടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കുറേ ആയി ചക്കക്കുരു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അനിയത്തിയും ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കിങ്ങൊക്കെ അവളാണ്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചക്കക്കുരെല്ലാം കഴുകി വൃത്തിയാക്കി. പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കുരെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിച്ചിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, വേവിച്ചത് ഉടച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്ത്, നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ശരിക്കും ഞങ്ങൾ വലിയ കുക്കൊന്നും അല്ല, ബട്ട് നമുക്കൊരാഗ്രഹം തോന്നി അതുണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കുറ്റം പറയാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി എല്ലാവരും നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മളത് നന്നായിട്ട് വെള്ളം കൂട്ടി കുറച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തു. എണ്ണ അടുപ്പത്ത് ചൂടാൻ വെച്ച സമയം കൊണ്ട് നമ്മളതെല്ലാം പരത്തിയെടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 4 മണിക്ക് ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടിയാൽ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണേ. ഞങ്ങളുടെ ചക്കക്കുരു വടയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിച്ചു. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനൊരു ലുക്കില്ല എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ചായയൊക്കെ ഇട്ട്